മാഷെ PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് ശിവൻകുട്ടിയും ബിനോയ് വിശ്വവും തമ്മിലുള്ള ഉടക്ക് തുടരുകയാണ്. കട്ടക്കലിപ്പിലാണ് രണ്ടുപേരും എന്നാണ് പറയുന്നത്. RSS അജണ്ട നേരിടാൻ ത്യാഗം ചെയ്തത് ആരെന്ന് ജനങ്ങൾക്കറിയാമെന്ന് മന്ത്രി പറയുന്നു. അപ്പോൾ തിരിച്ച് ബിനോയ് വിശ്വം പറയുന്നു SSK ഫണ്ടിനെയും PM ശ്രീയെയും കൂട്ടിക്കെട്ടുന്നത് BJP അജണ്ടയാണെന്നും പറയുന്നുണ്ട്. സത്യത്തിൽ ഈ PM ശ്രീയിൽ ഇത്രയും വലിയ വിഷയങ്ങൾ ഉണ്ടാക്കുന്നത് എന്തിനാണ്? ആരുടെ ലാഭത്തിന് വേണ്ടിയിട്ട്? അത് വളരെ സിമ്പിളാണെന്നേ. ഇതിലിപ്പോൾ ഈ ഇഷ്യൂസൊക്കെ ഉണ്ടാക്കുന്നതിൽ അസ്തിത്വം നഷ്ടപ്പെട്ട് വ്യക്തിത്വം നഷ്ടപ്പെട്ട കേവലം ഒരു ബി ടീം പോലും, ഇപ്പോൾ CPMൻ്റെ ഒരു ബി ടീം എന്ന് പണ്ടിപ്പോൾ CPIയെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇപ്പോൾ അത് ബി ടീമും അല്ല, സിയും ഡിയും അല്ല, ഏതാണ്ട് എക്സിലേക്കും സെഡിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടീമായി മാറിയിട്ടുണ്ട്. അപ്പോൾ അവർ ജീവിച്ചിരിക്കുന്നു എന്നിടക്ക് തെളിയിക്കാൻ ആകെ ഒരു വഴികൾ എപ്പോഴാണ് നമ്മൾ കണ്ടത് ആലോചിച്ച് നോക്കും. CPMനോട് ഏതെങ്കിലും കാര്യത്തിൽ ഉടക്കുമ്പോഴല്ലാതെ പോസിറ്റീവായൊരർത്ഥത്തിൽ ജനോപകാരപ്രദമായ വിപ്ലവകരമായൊരു ഭരണപരിഷ്കാരം നടപ്പാക്കിയിട്ട് CPIക്ക് മന്ത്രിമാരുണ്ട് എന്ന് തെളിയിക്കുന്ന എന്ത് സംഗതിയാണ് ഇവർ ചെയ്തത് ആലോചിച്ച് നോക്കൂ. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. ഇവിടെ ലക്ഷദ്വീപ് പദ്ധതി കൊണ്ടുവന്ന CPI മന്ത്രിമാരാണ്. ഇവിടെ ഈ നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട പല ഭരണപരിഷ്കാരങ്ങളും കൊണ്ടുവന്നത് CPI മന്ത്രിമാരാണ്. ഒരു കാലത്ത് ഭൂപരിഷ്കരണം കൊണ്ടുവന്ന ആരാ? ഏറ്റവും പ്രധാനപ്പെട്ട ഭൂപരിഷ്കരണം എന്ന് പറയുന്ന ഒരു പരിഷ്കാരം അത് പൂർത്തിയാക്കി അതിൻ്റെ ആചാര്യൻ അതിൻ്റെ പിതൃസ്ഥാനം C അച്യുതമേനോനുള്ളതാണ്. അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യ മുഴുവൻ കോൺഗ്രസിനെതിരായും ഇന്ദിരാഗാന്ധിക്കെതിരായും അലമുറയിടുമ്പോൾ കേരളത്തെ ഇന്ദിരാഗാന്ധിക്കും കോൺഗ്രസിനും അനുകൂലമാക്കി മാറ്റിയെടുത്തത് C അച്യുതമേനോൻ എന്ന മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ ആ ക്രാഫ്റ്റ്മാൻഷിപ്പാണ്, ഭയങ്കരമാണത്. അദ്ദേഹത്തെ രാജ്യസഭയിൽ നിന്ന് വിളിച്ചു വരുത്തിയിട്ട് മുഖ്യമന്ത്രി ആവണം നിർബന്ധിച്ചാണ് ജനം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നല്ലോ ഇവിടെ. അപ്പോൾ ആ മന്ത്രിസ്ഥാനത്ത് ആരുണ്ട് ഇപ്പോൾ അതിന് തുല്യമായിട്ട് ഇപ്പോൾ? അപ്പോൾ CPIക്ക് ഇപ്പോൾ എന്താ വെച്ചാൽ കഴിവുകെട്ട രണ്ടുമില്ല. ഈ ഒരു സംഘടനയ്ക്ക് എന്താ വേണ്ടത്? പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ വേണം. ഒന്ന്, അപാരമായ വിൽ പവറും ദീർഘവീക്ഷണവുമില്ല ലീഡർഷിപ്പ് വേണം, കാലിബറുള്ള ലീഡർഷിപ്പ് വേണം. 2, നല്ല ഓർഗനൈസേഷണൽ സെറ്റപ്പ് വേണം, വേണ്ടേ? 3, ഭദ്രമായ ഐഡിയോളജി വേണം. ഈ 3 ഘടകങ്ങൾ വേണ്ടേ? ഇതിൽ ഏതപ്പോൾ CPIക്കുള്ളത്? ലീഡർഷിപ്പ് എന്ന് പറയുന്നത് പരമദയനീയമല്ല ലീഡർഷിപ്പ്, വേണ്ടേ? ലീഡർഷിപ്പ് എന്താ? എന്ത് ഗുണമാണ് ഏതെങ്കിലും ഇപ്പോൾ CPIയുടെ ലീഡർഷിപ്പ്? ബിനോയ് വിശ്വത്തിൽ നിന്ന് എന്താ കേരളം പ്രതീക്ഷിക്കുന്നത്? അദ്ദേഹം ഈ പൈങ്കിളി വർത്തമാനം പറയുന്നു എന്നല്ലാതെ എന്തെങ്കിലും ഒരു കാര്യം അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്? 2, ഐഡിയോളജി എന്താ? ഈ ബിനോയ് വിശ്വമാണ് പറയുന്നത് തൊഴിലാളി വർഗ സർവാധിപത്യത്തിന് ഇനി സ്കോപ്പില്ല. തൊഴിലാളി വർഗ സർവാധിപത്യത്തിന് സ്കോപ്പില്ല എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഐഡിയോളജി ഇനി ഇല്ല എന്നല്ലേ എൻ്റെ അർത്ഥം? പിരിച്ചുവിട്ട് പോണ്ടേ? രണ്ടാമത്തെ കാര്യം, ഫാസിസം ഇന്ത്യയിൽ വന്നു കഴിഞ്ഞു. ഫാസിസം വന്നു കഴിഞ്ഞെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഫാസിസം വന്നു കഴിഞ്ഞാൽ പിന്നെ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനകീയ ജനാധിപത്യ വിപ്ലവം, ദേശീയ ജനാധിപത്യ വിപ്ലവം എന്ന് പറഞ്ഞിരിക്കുകയല്ല വേണ്ടത്. ആയുധം എടുത്തിട്ട് ഫാസിസത്തിനെതിരെ പൊരുതുക വേണ്ടത്. അതെന്തുകൊണ്ടാണ്? ഫാസിസം വന്നു എന്ന് പേർക്ക് തന്നെ ഉറപ്പില്ല. CPM പറഞ്ഞു ഫാസിസം വന്നിട്ടില്ല എന്നാ. അപ്പോൾ ഞാൻ പറയാം, ആശയപരമായ അടിത്തറയില്ല. ഇനി ഓർഗനൈസേഷൻ സെറ്റപ്പ് ഉണ്ടോ? അതുണ്ടെങ്കിൽ, ഓർഗനൈസേഷൻ സെറ്റപ്പ് ഉണ്ടെങ്കിൽ ഈ ബിനോയ് വിശ്വം എങ്ങനെ സെക്രട്ടറി ആയത്? ബിനോയ് വിശ്വം സെക്രട്ടറി ആവാൻ പറഞ്ഞ ന്യായം, മുൻ സെക്രട്ടറി കാനം രാജേന്ദ്രൻ മരിക്കാൻ കിടക്കുമ്പോൾ അദ്ദേഹത്തോട് ഒരു ഒസിയത്ത് പറഞ്ഞു അത്രേ, നീയാണ് എൻ്റെ പിൻഗാമി, നീ വേണം. അതിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമോ? അങ്ങനെ ഒരു പാർട്ടിക്ക് ഒസിയത്ത് കൊടുക്കുന്നൊരു പാർട്ടി രാജാധികാരം എന്നല്ല അതിന് പറയുക. അതാണ് ഞാൻ പറഞ്ഞത്, ഓർഗനൈസേഷൻ സെറ്റപ്പ് ഇല്ല, ഐഡിയോളജിയും ഇല്ല, ലീഡർഷിപ്പും ഇല്ല. ലീഡർഷിപ്പ് ഉള്ള ഒരു കാലം ഉണ്ടായിരുന്നു. CK ചന്ദ്രപ്പൻ, വെളിയം ഭാർഗവൻ ഒക്കെ. തീർച്ചയായിട്ടും ഈ കാനം രാജേന്ദ്രൻ, പിണറായി വിജയൻ്റെ 1ാം ടേമിലെ കാനം രാജേന്ദ്രൻ, അത് നമുക്ക് ഓർമ്മയുണ്ട്. അത് കാനം രാജേന്ദ്രൻ്റെ ഒന്നാം ഫസ്റ്റ് ഹാഫാണ്. സെക്കൻഡ് ഹാഫിൽ അദ്ദേഹം തന്നെ പൂർണ്ണമായും പിണറായിക്ക് കീഴടങ്ങിയ ഒരു. അപ്പോൾ ഈ പാർട്ടിക്ക് മേൽവിലാസം ഉണ്ടാക്കുക മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതിനു വേണ്ടിയാണ് ഈ വില കുറഞ്ഞ വിവാദങ്ങൾ ഉണ്ടാക്കുന്നത്. ഭാരതാംബയുടെ ചിത്രം വെച്ചിട്ട് പുഷ്പാർച്ചന നടത്താൻ പാടില്ല എന്ന് ആദ്യം പറഞ്ഞ ആരാ? ഇവരുടെ മന്ത്രിമാരാണ്, CPIയുടെ മന്ത്രിമാർ. അതും P പ്രസാദിനെ പോലുള്ള മന്ത്രിമാർ. വിവാദങ്ങൾ ഉണ്ടാക്കിയ ആളാവുകയാണ്, വേറെ ഒന്നും ചെയ്യാനില്ല. പോസിറ്റീവായ കാര്യങ്ങൾ ആലോചിച്ച് നോക്കൂ. റേഷൻ ഷാപ്പിൽ എന്തെല്ലാം വിപ്ലവം ഇവർക്ക് നടപ്പാക്കാം. സിവിൽ സപ്ലൈസിൽ വില കുറച്ച് പരിഷ്കാരം നടപ്പാക്കണ്ടേ? നെല്ലെടുത്തിട്ട് നെല്ല് സംഭരിച്ചാൽ അതിന് സമയത്തിന് കാശ് കൊടുത്ത് നടപ്പാക്കേണ്ട വിപ്ലവം. ജനങ്ങൾ എന്നെങ്കിലും ഈ പാർട്ടി ഭരിച്ചാൽ മതിയായിരുന്നു എന്ന് പറയുന്ന ആരുണ്ട് ആ പാർട്ടിയിൽ? ഇപ്പോൾ റവന്യൂ മന്ത്രിയുടെ നിലവാരം എന്താ? ആരാ തൃശ്ശൂർ പൂരം കലക്കിയത്? DGP ആണെന്ന്
റവന്യൂ മന്ത്രി പറയുക, അല്ല എന്ന് മുഖ്യമന്ത്രിയും പറയുന്നു, DGPയും പറയുന്നു. എന്നിട്ട് എന്ത് നടപടി എടുത്തു? ആര് തീരുമാനമെടുത്തു? ഇതൊക്കെയാണ് സ്ഥിതി. അതുകൊണ്ട് ഒരു മേൽവിലാസമില്ലാത്ത പാർട്ടിക്ക് മേൽവിലാസം ഉണ്ടാക്കാൻ വേണ്ടി നടക്കുന്ന ഏറ്റവും വില കുറഞ്ഞ ശ്രമങ്ങളാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ്. ഇതിലിപ്പോൾ ആരാ സത്യത്തിൽ വഷളായത്? പിന്നെ ഇപ്പോൾ ശിവൻകുട്ടി വഷളായി. അതിനെന്താ കാരണം? ശിവൻകുട്ടി വിധേയനാണ്. ശിവൻകുട്ടിക്കറിയാം, ശിവൻകുട്ടിയെ പോലെ ഒരാളെ മന്ത്രിപ്പണിക്ക് പറ്റിയ ആളല്ല. മന്ത്രിപ്പണി അദ്ദേഹത്തെ ഏൽപ്പിച്ചത് പിണറായി വിജയൻ കളിക്കുന്ന തിരുവനന്തപുരം പൊളിറ്റിക്സിൻ്റെ ഭാഗമാണ്. അദ്ദേഹത്തിന് ശിങ്കിടിയായ ഒരാൾ അല്ലെങ്കിൽ ഒരു ഗുണ്ടയാണ് വേണ്ടത്. അതിന് പറ്റുകയും ചെയ്യും, അതിന് നിയമിച്ചതാണ്. അതുകൊണ്ട് പിണറായി വിജയൻ്റെ വാക്ക് വിശ്വസിച്ചിട്ട് ആണ് പോയിട്ട് ഇത് ഒപ്പിടാൻ പറഞ്ഞ ആളെ പറഞ്ഞയച്ചത് ഡൽഹിയിലേക്ക്. നമുക്ക് ആ കാശ് വാങ്ങി പോരെ, നീ ഒന്നും നോക്കണ്ട, പോയി ഒപ്പിട്ടിട്ട് പോരുന്നു. പക്ഷേ ഇത് ഒപ്പിട്ടു എന്ന് പറയുന്നില്ലേ? ഇവർ ഒപ്പിട്ടെങ്കിൽ ഇത് ഒപ്പിട്ടെന്ന് പറയാനുള്ള ഒരു ആർജവം. അതെ, ഇത് നടപ്പാക്കാനുള്ള പദ്ധതിയാണ്, ഇതിൻ്റെ ഫണ്ട് നമുക്ക് കിട്ടേണ്ടതാണ്, അത് നമ്മൾ നടപ്പാക്കുന്നു എന്ന് പറയുക എന്നുള്ളത് കൂടി ഈ പറയുന്ന മുഖ്യമന്ത്രിക്കായാലും പറയാമല്ലോ. നടപ്പാക്കേണ്ട പദ്ധതിയാണ്, കേന്ദ്രത്തിൻ്റെയാണ്, നടപ്പാക്കണം. ആ ഫണ്ട് നമുക്ക് ലാപ്സാക്കി കളയാൻ പറ്റില്ല. പിന്നീട് പറയുന്നു ഇത് RSS അജണ്ടയാണ് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ തീരുമാനിക്കും, ആലോചിക്കും, കത്തയക്കും എന്നൊക്കെ പറയുന്നു. ഇത് ഈ പറയുന്ന വഷളൻ എന്ന് പറയാൻ കഴിയുന്ന, വഷളായിക്കൊണ്ടിരിക്കുന്ന, വഷള സ്വഭാവം കാണിക്കുന്ന ശിവൻകുട്ടിക്കും അത് പറയാൻ പറ്റുന്നില്ല. അതിനേക്കാൾ വലിയ വഷളനായിരിക്കണമല്ലോ സ്വാഭാവികമായും മുഖ്യമന്ത്രി. എന്നാലാണല്ലോ ഇദ്ദേഹം ഇവിടെ ഒതുങ്ങിയിരിക്കുള്ളൂ, ഒതുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മുഖ്യമന്ത്രിക്ക് ഇത് പറയാൻ പറ്റുന്നില്ല. ഈ പറയാൻ പറ്റാത്തത് എന്തുകൊണ്ടാ? സത്യമാണ്. എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് പോളിസി ഡിസ്കഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾക്ക്, എല്ലാ ഗവൺമെൻറ്റുകൾക്കും ഉണ്ടാവും. പോളിസി മേക്കേഴ്സ് ഉണ്ടാവുമല്ലോ. ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ആരാണ് പോളിസി മേക്കേഴ്സ്? നമ്പർ 1 മുന്നണി സംവിധാനമാണ്, മുന്നണി ലൈസൺ കമ്മിറ്റി. നമ്പർ 2 CPM ആണ് മുഖ്യകക്ഷി, CPMൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി, CPM സെക്രട്ടേറിയറ്റ്, അത് കഴിഞ്ഞാൽ മിനിസ്ട്രി, മന്ത്രിസഭ. ഈ 4 സമിതികൾ, 4 ബോഡികളിൽ തീരുമാനിച്ചിട്ട് വേണം ഒരു പോളിസി ഉണ്ടാക്കിയെടുക്കാൻ. കേരള ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും കാര്യങ്ങൾ പിണറായി വിജയൻ വന്നതിന് ശേഷം ഈ വേദികളിൽ എവിടെയെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് പിണറായിക്ക് വേണം തോന്നുമ്പോൾ വാങ്ങും, പിണറായിയുടെ ശിങ്കിടികൾ വേണ്ടാന്ന് പറഞ്ഞാൽ വേണ്ട, അങ്ങനെ പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പോളിസി ചർച്ച ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ് ചർച്ച ചെയ്യുക? ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്നാൽ NEP വന്നത്, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി വന്നത് 2020 വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾ അങ്ങനെ 10 കൊല്ലം കൂടുമ്പോഴാണ് വരിക. 2010 ഇതിനു മുമ്പ് വന്നത്, UPA ഭരിക്കുമ്പോൾ. അത് കഴിഞ്ഞ് 2020 വന്നു. ഓൾറെഡി ഇവിടെ ഇതുണ്ട്. 2020 തൊട്ട് 2025 വരെ നടപ്പാക്കിയിട്ടില്ലേ? എന്നാ പോളിസി ചർച്ച ചെയ്യുകയാണെങ്കിൽ എന്നാ ചെയ്യേണ്ടത്? 2020 ചെയ്യേണ്ടത്. ഇതുവരെ ചർച്ച ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? അംഗീകരിച്ചു എന്നാണ്. പിണറായി വിജയൻ്റെ സമ്മതത്തോടു കൂടി അംഗീകരിച്ചു. തെളിവ് ഞാൻ പറഞ്ഞുതരാം. NEP എന്ന് പറഞ്ഞാൽ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ മാത്രമുള്ളതല്ല, ഈ ശിവൻകുട്ടിയുടെ വകുപ്പിൽ മാത്രം വരുന്നതല്ല, ഉന്നത വിദ്യാഭ്യാസത്തിൽ, കോളേജുകളിൽ, യൂണിവേഴ്സിറ്റികളിലൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ മന്ത്രി R. ആണല്ലോ. R. ബിന്ദുവിൻ്റെ വകുപ്പിൽ ഇത് അംഗീകരിച്ച് പൈസ വാങ്ങിയില്ലേ? NEPയിലെ 2 പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങൾ നമ്മുടെ യൂണിവേഴ്സിറ്റികളിലൊക്കെ എടുത്തു നോക്ക്. പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. ABC എന്ന് പറയും, ക്രെഡിറ്റ് സിസ്റ്റം, അക്കാഡമിക് ക്രെഡിറ്റ് സിസ്റ്റം എന്ന് പറയുന്നൊരു സംവിധാനം, ABC. അത് ഈ പുതിയ പരിഷ്കാരത്തിൽ വന്നതാണ്. അത് എല്ലാ യൂണിവേഴ്സിറ്റികളും അംഗീകരിച്ചു. 2 4-year ഡിഗ്രി പ്രോഗ്രാം അംഗീകരിച്ചില്ലേ? NEP വരുന്നതിന് മുമ്പ് എവിടെ നിന്ന് കിട്ടി? ആകാശത്ത് നിന്ന് ആരെങ്കിലും ഇറക്കിയോ? ഇന്ത്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഇത് തുടങ്ങി. 4-year എന്താണ് പറയുക, അണ്ടർ ഗ്രാജുവേഷൻ, എന്താ പറയുക, FYUG എന്ന് പറയും. അത് വന്നില്ലേ? ഇതൊക്കെ നടപ്പാക്കി. അവിടെയാണ് PM ഉഷ പദ്ധതി കോളേജുകളിൽ വന്നില്ലേ? ഇതൊക്കെ നടപ്പാക്കിയിട്ട് ഓരോ യൂണിവേഴ്സിറ്റിയും കാശ് വാങ്ങി. ഞാൻ ഒടുവിൽ കണ്ടത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മാത്രം 504 കോടി രൂപ വാങ്ങിയിട്ടുണ്ട് NEPയിൽ. അപ്പോൾ R. ബിന്ദുവിന് എന്താ നാവില്ലേ? എന്തെങ്കിലും എതിർത്തിട്ടുണ്ടോ? കേരളത്തിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റികളോ, യൂണിവേഴ്സിറ്റി സെനറ്റുകളോ, സിൻഡിക്കേറ്റുകളോ ഒക്കെ ഇവരുടെ കയ്യിലല്ലേ? ഇടതുപക്ഷ സിൻഡിക്കേറ്റുകളല്ലേ? ഇവരാരെങ്കിലും പ്രമേയം പാസ്സാക്കിയോ? തൊട്ടതിനൊക്കെ ഗവർണർക്കെതിരെ പരാതി പറയുന്നവർ ഇതിനെതിരായ ഒരു പരാതി എഴുതി കൊടുത്തിട്ടുണ്ടോ? അതിൻ്റെ അർത്ഥം എന്താ? NEP നമ്മളെന്നോ അംഗീകരിച്ചതാണ്. 2 അപ്പോൾ R. ബിന്ദുവിന് അംഗീകരിക്കാമെന്നും പിണറായി വിജയൻ്റെ ഒരു വകുപ്പിൽ അംഗീകരിക്കാമെന്നും മറ്റേ വകുപ്പിൽ അംഗീകരിക്കാൻ പാടില്ല എന്നുണ്ടോ? രണ്ടാമത്തത്, ഇനിയിപ്പോൾ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ അംഗീകരിച്ചോ ഇല്ലേ? നമ്മൾ തന്നെ ഒരു ചർച്ചയിൽ ഒരു ലെറ്റർ കൊടുത്തിരുന്നു, എനിക്ക് ഓർമ്മയുണ്ടോ അറിയില്ല, കുറേ മുമ്പ്. 2024 ഫെബ്രുവരി മാസം 20-ാം തീയതി കേരളത്തിലെ ഗവൺമെൻറ് സെക്രട്ടറി റാണി ജോർജ് IAS ഒരു കത്ത് അവരയച്ച, അവർ ലെറ്റർ പേഡിലെ കത്ത് നമുക്ക് കിട്ടിയപ്പോൾ നമ്മളത് പ്രസിദ്ധീകരിച്ചിരുന്നു. അവർ ആർക്കയച്ചതാണ്? കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറിക്ക് അയച്ച കത്ത്. അതിലെന്താ പറഞ്ഞത്? എന്നാണ്? 2 കൊല്ലം മുമ്പ് 2024 ഫെബ്രുവരി മാസം 20-ാം തീയതി അയച്ച കത്തിൽ എന്താ പറഞ്ഞത്? ഞങ്ങൾ NEP അംഗീകരിച്ചിരിക്കുന്നു.
അത് നടപ്പാക്കാനുള്ള ഉപസമിതിയെ രൂപീകരിച്ചിരിക്കുന്നു. ആ ഉപസമിതി റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടാണ് ഞങ്ങൾ ഇന്നത് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ സമ്പൂർണ്ണമായി അങ്ങേക്ക് റിപ്പോർട്ട് ചെയ്യാം എന്ന് വിവരം അറിയിച്ചിട്ടുണ്ട്. അത് 2 കൊല്ലം മുമ്പ്. ഇതും കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ ചർച്ച ചെയ്യുന്നതിൽ എന്താ അർത്ഥമുള്ളത്? ഇപ്പോൾ ചർച്ചയ്ക്കൊരൊറ്റ കാര്യമുള്ളൂ. സമ്പൂർണ്ണമായി ഇപ്പോൾ ഈ SSK ഫണ്ട്, ഈ SSK ഫണ്ട് വന്നപ്പോൾ ഇതൊക്കെ തന്നെ പറഞ്ഞിരുന്നു കേട്ടോ. സർവശിക്ഷാ അഭിയാൻ വന്ന കാലത്ത് ഓർമ്മയില്ലേ? ഇത് തന്നെ പറഞ്ഞിരുന്നത് അത് വിദേശ ഫണ്ടാണ്, അതിന് ആ ചരടുണ്ട് ഈ ചരടുണ്ട് എന്നിട്ടോ കാശ് വാങ്ങാൻ നേരമായപ്പോൾ പോയി ഒപ്പിട്ട് വാങ്ങി. 2 DPP വന്നപ്പോൾ ഓർമ്മയില്ലേ? ഇതല്ലേ പറഞ്ഞത്? മാത്രമല്ല ഈ നമ്മുടെ ലോകബാങ്ക് വായ്പ വന്നല്ലോ, വേൾഡ് ബാങ്ക് കുടിവെള്ള പദ്ധതിക്ക്, നമ്മുടെ കോർപ്പറേഷനുകളിൽ കുടിവെള്ള പദ്ധതിക്ക് ലോകബാങ്ക് വായ്പ ഒരു 10 കൊല്ലം മുമ്പാണ് എൻ്റെ ഓർമ്മ. അന്ന് വന്നപ്പോൾ ഇതൊക്കെ തന്നെ പറഞ്ഞ് സമരം ചെയ്തിരുന്നു. ആദ്യം എതിർക്കുക, പിന്നെ അംഗീകരിക്കുക എന്ന് മാത്രമല്ല അത് വാങ്ങി. ഇപ്പോൾ അവസാനം ഉണ്ടായ പ്രശ്നം എന്താ? SSA ഫണ്ട് കുറച്ച് ബാക്കിയുണ്ട്, കുടിശ്ശിക കിട്ടാനുണ്ട്. ഇപ്പോൾ ഭയങ്കരമായ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. അപ്പോൾ അതെന്താ തരാത്തതെന്ന് ചോദിച്ചപ്പോൾ ഇനി NEP-യിൽ നടപ്പാക്കാൻ ബാക്കിയുള്ള ഒരു പദ്ധതിയുടെ 90%, 95% നടപ്പാക്കിയിട്ട് ബാക്കിയുള്ള ഒരേ ഒരു സ്കീമാണ് PM ശ്രീ. അതിന് ഇവർ പറയുന്ന ഒരു തൊണ്ട് ന്യായം എന്താണെന്നറിയോ? PM ശ്രീ പദ്ധതി സ്കൂളിന് മുമ്പിൽ PM ശ്രീ സ്കൂളിൽ നിന്ന് എഴുതണം. മുഴുവൻ 60% ഫണ്ട് സർക്കാർ കൊടുക്കുന്നു. PM ശ്രീ പദ്ധതി എന്ന് എഴുതുകയും വേണം. അതിൻ്റെ ഈ ബോർഡുണ്ടല്ലോ, നെയിം ബോർഡിൽ പ്രധാനമന്ത്രിയുടെ പടം വെക്കണം. PM ശ്രീ എന്ന് ചേർത്തിട്ട് സ്കൂളിൻ്റെ പേര്. എത്ര സ്കൂളുകൾ വന്നു എന്നാണ് വിചാരം? നീ ഒന്ന് കേരളത്തിൽ സഞ്ചരിച്ച് നോക്കൂ. ഇവിടുത്തെ മുഴുവൻ KV-കൾ, കേന്ദ്ര വിദ്യാലയങ്ങൾ, ഇവിടുത്തെ മുഴുവൻ നവോദയ വിദ്യാലയങ്ങളുടെയും പേര്. ഇപ്പോൾ ഞാൻ മലപ്പുറത്തെ നവോദയ വിദ്യാലയത്തിന് മുമ്പിലൂടെ യാത്ര ചെയ്യുന്നത്. അപ്പോൾ അവിടെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് PM ശ്രീ നവോദയ മലപ്പുറം. എന്താ കുഴപ്പമുള്ളത്? 60% ഫണ്ട് എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് 100 കണക്കിന് ഫണ്ടാണ് പൈസയാണ് വരുന്നത്. എല്ലാ ആധുനിക സൗകര്യങ്ങളും ഉണ്ടാക്കുകയാണ്. ഒരു പ്രധാനമന്ത്രിയുടെ പേരോ പടോ അവിടെ കൊടുത്താൽ എന്താ കുഴപ്പം? ഞാൻ പറയുന്നത് നാട്ടിലെ മുഴുവൻ സ്കൂളുകളിലും സ്റ്റാഫ് റൂമിൽ ഈ കുറേ എന്നോ ചത്തുപോയ കുറേ HM-മാർ, ഹെഡ്മാസ്റ്റർമാരുടെയും പ്രിൻസിപ്പൽമാരുടെയും പടമല്ലേ സ്കൂളുകളിൽ വെച്ചിട്ടുള്ളത് അല്ലേ? അവിടെയൊക്കെ ഇന്ത്യയിലെ മുഴുവൻ പ്രധാനമന്ത്രിമാരുടെയും പടം വെച്ചോട്ടെ, എന്താ കുഴപ്പമിന്? പ്രധാനമന്ത്രിമാരുടെ പടം വെക്കണം എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ആരെങ്കിലും ഫണ്ട് വേണ്ടാന്ന് പറയൂ? മരമണ്ടന്മാരെന്നല്ല പറയുക. അതുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞ ഒന്നും പറയേണ്ട, നീ പോയി ഒപ്പിട്ട് കൊടുത്ത് പണം വാങ്ങാൻ പറഞ്ഞു മുഖ്യമന്ത്രി പറഞ്ഞാൽ പിന്നെ ഇയാൾക്ക് അപ്പീലില്ല. അയാൾ അതിന് വേണ്ടി ഒപ്പിടാൻ പോയി. ഇപ്പോൾ എന്തായി? പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇവരൊക്കെ കൂടി പിണറായി വിജയൻ RSS-ഉമായി കൂട്ടുചേർന്നു എന്ന് പറഞ്ഞ് അത് നെക്സസ് ഉണ്ടെങ്കിൽ വേറെ ഉണ്ടാവും. അതിൻ്റെ പേരിൽ ഇവരത് മുതലാക്കാൻ നോക്കി. ആര്? CPI-ക്കാർ. ഉടനെ പിണറായി വിജയൻ കളം മാറ്റി ചവിട്ടി. ശരിയാണല്ലേ, ആരാ പറഞ്ഞത്? ഞാൻ അറിഞ്ഞില്ല. നിങ്ങൾ പറഞ്ഞോളൂ, നമുക്കത് വേണ്ട പോലെ ചെയ്യാം, നമുക്കത് പിൻവലിക്കാം എന്നൊക്കെ പറഞ്ഞു ആശ്വസിപ്പിച്ചു. അപ്പം ആര് പവനായി? ഇപ്പോൾ നമ്മുടെ പാവം ശിവൻകുട്ടി ശവമായി. അതുണ്ടായത്. അതാണ് ഇപ്പോൾ ശിവൻകുട്ടിയുടെ വിഷമം. സത്യത്തിൽ ഇതിൽ ഒരു കാര്യമില്ല. 2 വശത്തും പിണറായി വിജയൻ്റെ തന്ത്രപരമായ കളിയുണ്ട്. തന്ത്രപരമായ കളി എന്ന് പറഞ്ഞാൽ എല്ലാം ചെയ്തു വെച്ചിട്ട് വാങ്ങിക്കഴിഞ്ഞിട്ട് വാങ്ങണോ വേണ്ടേന്ന് ഇപ്പോൾ ചർച്ച ചെയ്യും. വാങ്ങണ്ടല്ലേ എന്ന് ഇത്രയൊക്കെ വാങ്ങിക്കഴിഞ്ഞിട്ടേ. അപ്പോൾ ഈ പൊട്ടന്മാരെന്നാ തിരിച്ചു ചോദിക്കണം. ഇപ്പോൾ അവർക്കും അറിയാം ഇതൊക്കെ നടന്നിട്ടുണ്ട് എന്നൊക്കെ ഈ CPI മന്ത്രിമാർക്ക് നന്നായിട്ട് അറിയാം. അവരറിയാഞ്ഞിട്ടൊന്നുമല്ല. അപ്പോൾ ആളുകളുടെ മുമ്പിൽ അവർക്കും ആളാവണം. അപ്പോൾ മുഖ്യമന്ത്രി വഴങ്ങി, CPI വലുതായി, CPI ജയിച്ചു, CPM തോറ്റു എന്നൊക്കെ പറഞ്ഞാൽ ഇവർക്ക് 2 ദിവസം പത്രത്തിൽ വാർത്തയാവുമല്ലോ. അത് മാത്രമേ ഇതിൻ്റെ പിന്നിൽ ഉദ്ദേശമുള്ളൂ. സത്യസന്ധമല്ല ഈ ചർച്ചകളൊന്നും. ഏതായാലും പിന്നെ ശിവൻകുട്ടിക്ക് ലേശം അപമാനം തോന്നിയതുകൊണ്ട് മൂപ്പര് വർത്തമാനം പറയുന്നു എന്നേ ഉള്ളൂ. പക്ഷേ അതിന് മറുപടി പറയാനുള്ള ഒരു അവസരമെങ്കിലും ബിനോയ് വിശ്വത്തിനുണ്ടാകും. അല്ലാതെ ബിനോയ് വിശ്വത്തിന് കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ എന്ത് റോളാണുള്ളത്? അത്രയേ ഉള്ളൂ. ഉള്ളവർക്ക് ഓരോരുത്തർക്ക് ജീവിച്ചു പോട്ടേന്നേ. നമ്മളിതൊക്കെ ഗൗരവമായിട്ട് എടുക്കുമ്പോഴാണ് മലയാളിയുടെ ഒരു പ്രശ്നം. ഇവരെയൊക്കെ പണ്ട് ജനം കഴുതകളെന്ന് വിളിച്ചിരുന്നു. ജനം കഴുതകളാണെന്ന് കരുതിയിരുന്ന രാഷ്ട്രീയക്കാർക്ക് പകരം നമ്മളെ ഭരിക്കുന്നവരാണ് കഴുതകളെന്ന് ജനം തിരിച്ചറിഞ്ഞാൽ തീരുന്നതേ ഉള്ളൂ കാര്യം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.